പോളണ്ടിന്റെ തെക്കൻ നഗരമായ ക്രാക്കോവിൽ ഇന്നലെ രാത്രി വന്നിറങ്ങിയ ഞാൻ ഇന്ന് ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുകയാണ്. ഇത് ജാക്ക്. ഇദ്ദേഹത്തിന്റെ ടാക്സിയിലാണ് യാത്ര. ഞാൻ കാഴ്ചകൾ കണ്ടിരിക്കെ ജാക്ക് കഥകൾ പറഞ്ഞു തരുന്നുമുണ്ട്. ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയിലൂടെ പ്രശസ്തമായ ഓസ്കർ ഷിൻലറുടെ ഫാക്ടറി കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അവിടേക്ക് ചെല്ലുമ്പോൾ ഇടതുവശത്ത് മ്യൂസിയം ഓഫ് കണ്ടംപററി ആർട്ടാണ്. അതിനടുത്തു തന്നെയാണ് ഫാക്ടറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നാസി പാർട്ടിയുടെ അനുഭാവി തന്നെയായിരുന്നു ഷിൻലർ. നൂറുകണക്കിന് ജൂതന്മാരെയാണ് അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. ഇതാണ് ആ ഫാക്ടറി കെട്ടിടം. അതിനു മുന്നിൽ ഞാൻ ഇറങ്ങി. ഒരു കാലത്ത് അലൂമിനിയം പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരുന്നു ഇത്. ഇന്നാകട്ടെ ഒരു മ്യൂസിയമാണ്. പിൻഭാഗത്തുണ്ടായിരുന്ന ഫാക്ടറി കെട്ടിടങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഇടിച്ചു പൊളിച്ചു കളഞ്ഞിരുന്നു. ഈ പഴയ ട്രോളികൾ പണ്ട് ഷിൻലറുടെ ഫാക്ടറിയിൽ ഉപയോഗിച്ചിരുന്നവയാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ഭീതിതമായ ഓർമ്മയുണർത്തുന്നവയാണ് ഇവയോരോന്നും. ഫാക്ടറിയിലെ ചില അവശിഷ്ടങ്ങളുമുണ്ട് ട്രോളിയിൽ. ഫാക്ടറി ഉണ്ടായിരുന്ന പ്രധാന സ്ഥലമൊക്കെ ഇപ്പോൾ കണ്ടംപററി ആർട്ട് മ്യൂസിയത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. മ്യൂസിയത്തിൽ പ്രമുഖ കലാകാരന്മാർ വരച്ച ആധുനിക ചിത്രങ്ങളുടെ വലിയ ശേഖരമുണ്ട്. ഞാൻ കെട്ടിടത്തിനകത്തേക്ക് കയറി ചെന്നു. ഇതാണ് ഓസ്കർ ഷിൻലർ. നാസി പാർട്ടിയിൽ അംഗമായിരുന്നു ഇദ്ദേഹം. ഷിൻലർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജൂതന്മാരുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്. നാസികൾ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്ന 1200 ജൂതന്മാരെ ഷിൻലർ രക്ഷിച്ചുവെന്നാണ് കണക്ക്. തന്റെ സമ്പാദ്യമത്രയും നാസി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകിയാണ് അദ്ദേഹം അത് സാധിച്ചത്. ഫാക്ടറിയിൽ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില യന്ത്രങ്ങൾ ഇവിടെയുണ്ട്. പാത്രനിർമ്മാണത്തിനായുള്ള യന്ത്രങ്ങളായിരുന്നു. ഇതൊക്കെയേ ഇന്ന് അവശേഷിച്ചിട്ടുള്ളൂ. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച ഘട്ടത്തിൽ ഷിൻലറുടെ ഫാക്ടറി തകർത്തു കളഞ്ഞിരുന്നു. ഷിൻലറുടെ ഓഫീസ് ബിൽഡിംഗിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. ഷിൻലർ നടന്നിരുന്ന വഴികൾ തന്നെയാണിത്. അദ്ദേഹത്തിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് എത്രയോ ജൂതന്മാർ നടന്ന വഴികൾ. അവരിൽ പലരും ഗ്യാസ് ചേംബറുകളിൽ കൊല്ലപ്പെട്ടു. രക്ഷപ്പെട്ടവരുടെ കഥയാണ് ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയ്ക്ക് ആധാരമായത്. പഴയ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട മൊറാവിയയിൽ ഒരു ജർമ്മൻ കുടുംബത്തിലാണ് ഓസ്കർ ഷിൻലർ ജനിച്ചത്. ക്രാക്കോവിൽ എത്തുന്നതിനു മുൻപ് അദ്ദേഹം പല ജോലികൾ ചെയ്തിരുന്നു. നാസി പട്ടാളത്തിനു വേണ്ടിയുള്ള ചാരപ്പണി വരെ അതിൽ ഉൾപ്പെട്ടു. ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ അതിലൂടെ തനിക്ക് എന്ത് നേട്ടം കൊയ്യാം എന്നാണ് ഷിൻലർ ആദ്യം ചിന്തിച്ചത്. അങ്ങനെയാണ് ജൂതന്മാരെ അടിമകളെപ്പോലെ ജോലി ചെയ്യിക്കാവുന്ന ഒരു ഫാക്ടറി ഇവിടെ തുടങ്ങിയത്. ഇഷാക് സ്റ്റേൺ എന്ന അക്കൗണ്ടന്റ് ആയിരുന്നു ഈ ഫാക്ടറിയിൽ ഷിൻലറുടെ പ്രധാന സഹായി. യുദ്ധം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നാസികൾ ക്രാക്കോവ് ഘട്ടോയിലെ ജൂതന്മാരെ മുഴുവൻ മരണ ക്യാമ്പിലേക്ക് അയക്കാൻ തുടങ്ങി. അങ്ങനെ കൊണ്ടുപോകുന്നവരിൽ തന്റെ ഫാക്ടറിയിലെ പാവപ്പെട്ട തൊഴിലാളികളുമുണ്ടെന്നറിയുന്നതോടെ ഷിൻലറിലെ മനുഷ്യസ്നേഹി ഉണർന്നു. പരമാവധി ജൂതന്മാരെ രക്ഷിക്കാനായി ഷിൻലർ ഒരു മാർഗം കണ്ടെത്തി. താൻ ജന്മനാട്ടിൽ സ്ഥാപിക്കാൻ പോകുന്ന ഫാക്ടറിയിലേക്ക് ജോലിക്കായി കഴിയുന്നത്ര ജൂതന്മാരെ കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ കൊണ്ടുപോകേണ്ട 1000ഓളം പേരുടെ ഒരു ലിസ്റ്റ് ഷിൻലറും ഇഷാക് സ്റ്റേണും ചേർന്നുണ്ടാക്കി. അതാണ് ഷിൻലേഴ്സ് ലിസ്റ്റ്. ഇപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് ഷിൻലറുടെ ഓഫീസ് മുറിയിലേക്കാണ്. അദ്ദേഹത്തിന്റെ മേശയും കസേരയും ഒക്കെ കാണാം. ഷിൻലറും ഇഷാക് സ്റ്റേണും ചേർന്ന് നാസികളിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയത് ഇവിടെ ഇരുന്നാണ്. ആദ്യകാലത്ത് അലസനും അത്യാഗ്രഹിയും അധാർമിയുമെല്ലാമായിരുന്നു ഷിൻലർ. എന്നാൽ 1000ഓളം ജൂതന്മാരെ ഗ്യാസ് ചേംബറിലെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ പ്രവൃത്തിയിലൂടെ അദ്ദേഹം പുണ്യാത്മാവായി മാറി. ഈ ടെലിഫോണിലൂടെ ഷിൻലർ എത്രയോ പട്ടാള ഉദ്യോഗസ്ഥരെ വിളിച്ച് തന്റെ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നു. അതൊക്കെ സ്റ്റീവൻ സ്പീൽബർഗിന്റെ സിനിമയിൽ കണ്ടത് ഓർക്കുന്നു.
ദുഷ്ടതയുടെ പര്യായമായിരുന്ന ആമോൻ ഗോയിത്ത് എന്ന നാസി പട്ടാളക്കാരൻ ഉൾപ്പെടെയുള്ളവർക്ക് വൻ തുകയും രത്നങ്ങളും ആഭരണങ്ങളും വരെ നൽകിയാണ് ഷിൻലർ തന്റെ ലിസ്റ്റിലുള്ള ഓരോരുത്തരെയും രക്ഷിച്ചത്. അന്നത്തെ ഓഫീസ് ഉപകരണങ്ങളാണ് ഇതെല്ലാം. 1944 ജൂലൈ മാസമായപ്പോഴേക്കും മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് ജൂതരെ രക്ഷിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയായിരുന്നു ഷിൻലർ ഇവിടെ. ഈ മേശയും ടൈപ്പ്റൈറ്ററുമെല്ലാം ഷിൻലറുടെ അക്കൗണ്ടന്റും അസിസ്റ്റന്റുമെല്ലാമായിരുന്ന ഇഷാക് സ്റ്റേൺ ഉപയോഗിച്ചിരുന്നതാണ്. ഷിൻലേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയ ടൈപ്പ്റൈറ്ററാണിത്. ഗ്യാസ് ചേംബറിൽ പൊലിയേണ്ട എത്രയോ ജീവിതങ്ങളാണ് ഈ ടൈപ്പ്റൈറ്ററിലെ അക്ഷരങ്ങളായി മരണത്തിൽ നിന്ന് തിരികെ കയറിയത്. തന്റെ തൊഴിലാളികളായ 1000 ജൂതന്മാർക്ക് പുറമെ മറ്റൊരു 200 ജൂതന്മാരെ കൂടി ഷിൻലർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അവരെ രക്ഷിക്കാൻ യുദ്ധകാലത്ത് കരിഞ്ചന്തയിലൂടെ താൻ സമ്പാദിച്ച പണവും വിലപിടിച്ച വസ്തുക്കളുമൊക്കെ നാസി ഉദ്യോഗസ്ഥർക്ക് നൽകുകയായിരുന്നു അദ്ദേഹം. കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗം 2ാം ലോകമഹായുദ്ധകാലത്ത് ജൂതന്മാർക്കെതിരെ നടന്ന ക്രൂരതകളുടെ സ്മാരകം പോലെ മാറ്റിയിരിക്കുകയാണ്. പോപ്പ് ജോൺ പോൾ രണ്ടാമനും മറ്റും യുദ്ധകാലത്ത് പട്ടാളത്തിൽ പണിയെടുക്കേണ്ടി വന്നതിനെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട്. ചിത്രങ്ങളിലൂടെയും വിവരണങ്ങളിലൂടെയും ദുരന്തത്തിന്റെയും ക്രൂരതയുടെയും ആ കാലഘട്ടത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നടന്നു. നല്ല നിലയിൽ കഴിഞ്ഞുവന്ന ജൂതന്മാരുടെ വീടുകളിലേക്ക് നാസി പട്ടാളം അപ്രതീക്ഷിതമായി കടന്നുചെന്ന് അവിടെയുള്ളവരെ പിടിച്ചിറക്കി ഗെറ്റോകളിൽ കൊണ്ടുചെന്ന് പാർപ്പിക്കുകയായിരുന്നു. വീട്ടുപകരണങ്ങളെല്ലാം പട്ടാളക്കാർ വാരി വലിച്ചിട്ടു. വീടിന്റെ ഓരോ കോണും പരിശോധിച്ചു. ഭയന്ന് ഒളിച്ചിരുന്നവരെയെല്ലാം അവർ കണ്ടെത്തി. ഗെറ്റോകളുടെ വേലിക്കെട്ട് ഇങ്ങനെയായിരുന്നു. മുള്ളുവേലിക്കെട്ടിനകത്താണ് ആയിരക്കണക്കിന് ആളുകളെ പാർപ്പിച്ചിരുന്നത്. പരിമിതമായ സൗകര്യങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 10,000-കണക്കിന് ആളുകളുടെ ഉപയോഗത്തിനായി വളരെ കുറച്ച് ടോയ്ലറ്റുകൾ മാത്രം. കിടക്കാൻ സൗകര്യപ്രദമായ ഇടമില്ല, ഭക്ഷണമില്ല, രോഗികൾക്ക് ചികിത്സയില്ല. അത്തരം ഘട്ടോകളിൽ നിന്നും ഷിൻലറുടെ ഫാക്ടറിയിലേക്ക് ജോലിക്കെത്തിയവർക്ക് വലിയ ആശ്വാസമായിരുന്നു. നാസി പട്ടാളക്കാരുടെ വേഷമാണിത്. ഘട്ടോയിൽ ഓരോ ദിവസവും ഈ വേഷം ധരിച്ച പട്ടാളക്കാർ നിരവധി ജൂതരെയാണ് കൊന്നുകൊണ്ടിരുന്നത്. തങ്ങൾക്ക് അതൃപ്തി തോന്നിയവരെയെല്ലാം അവർ വെടിയുണ്ടകൾക്ക് ഇരയാക്കി. ഘട്ടോകളിൽ നിന്ന് എല്ലാ ദിവസവും ആളുകളെ ട്രെയിനിൽ കുത്തിനിറച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചുകൊണ്ടുവരുന്നു. ആ കാലഘട്ടത്തിലെ ചുമരുകൾ, അന്നത്തെ നിലം, അന്നത്തെ നിറം, എത്രയോ പേർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ പടവുകൾ, എത്രയോ പേർ ജീവിതത്തിലേക്ക് തിരികെ നടന്ന ഇടനാഴികൾ, അതിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഒരു കാലഘട്ടത്തെ തന്നെയാണ് ഇവിടെ ഇന്നും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഷിൻലർ ആദ്യകാലത്ത് എല്ലാ അധമ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നയാളാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ അയാൾ മനുഷ്യത്വമുള്ളവനായി മാറി. അതോടെ ഷിൻലർ വീരനായകനുമായി. ജൂതന്മാരുടെ അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വിവരിക്കുന്ന ചില ഭാഗങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗെറ്റോകളിലെ അവസ്ഥ ഈ വിധമായിരുന്നു. അന്ന് ജർമ്മനിയിലും പോളണ്ടിലുമെല്ലാം ഉണ്ടായിരുന്ന ജൂതന്മാർ പൊതുവെ സമ്പന്നരായിരുന്നു. കച്ചവടത്തിലൂടെയും വ്യവസായങ്ങളിലൂടെയും വലിയ സമ്പത്തുണ്ടാക്കിയവർ. പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം അതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. ഒരു ഭാഗത്ത് സ്റ്റാലിന്റെ ചിത്രം. സോവിയറ്റ് ചെമ്പടയാണ് ഈ പ്രദേശമെല്ലാം നാസികളിൽ നിന്നും മോചിപ്പിച്ചത്. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടതോടെ ഇവിടമെല്ലാം സോവിയറ്റ് നിയന്ത്രണത്തിലാവുകയും ചെയ്തു. വളരെ ചിട്ടയോടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ മ്യൂസിയം. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞാൻ പുറത്തേക്കിറങ്ങി. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിവിടേക്ക് വന്ന ടാക്സിയുടെ ഡ്രൈവർ ജാക്കിനോട് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അയാൾ സമ്മതിച്ചതുമാണ്. മറ്റൊരു ഓട്ടം കിട്ടിയപ്പോൾ അയാൾ പോയിരിക്കും. വേറെ ടാക്സികൾ കിടപ്പുണ്ട്. അതിലൊന്നു പിടിച്ചു.
ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞാൻ വീണ്ടും ക്രാക്കോവിന്റെ മാർക്കറ്റ് സ്ക്വയറിലേക്കാണ് പോകുന്നത്. ഷിൻഡ്ലറെക്കുറിച്ചും അദ്ദേഹം രക്ഷിച്ച ജൂതന്മാരെക്കുറിച്ചും തന്നെയാണ് ഈ മടക്കയാത്രയിലും എന്റെ ചിന്ത. നാസി ഉദ്യോഗസ്ഥർക്ക് വലിയ തുകയും തന്റെ സമ്പാദ്യങ്ങൾ അത്രയും നൽകി ഷിൻഡ്ലർ രക്ഷിച്ച ജൂതന്മാർ പിന്നീട് സ്വിറ്റ്സർലൻഡിലാണ് എത്തിയത്. തുടർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അവർ പുതിയ ജീവിതമാർഗങ്ങൾ തേടി ചേക്കേറി. അവരെല്ലാം ഷിൻഡ്ലേഴ്സ് ജ്യൂസ് എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. നാസി പാർട്ടി അംഗമായിരുന്നതിനാൽ യുദ്ധക്കുറ്റവാളി എന്ന നിലയിൽ ഷിൻഡ്ലറെ സഖ്യസേന അറസ്റ്റ് ചെയ്തു. ഇഷാക് സ്റ്റേണിന്റെ നേതൃത്വത്തിൽ ജൂതന്മാർ രംഗത്തിറങ്ങിയാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. ഏറെക്കുറെ ദരിദ്രനായി തീർന്നിരുന്ന ഷിൻഡ്ലർക്ക് അമേരിക്കൻ ജൂയിഷ് ഡിസ്ട്രിബ്യൂഷൻ കമ്മിറ്റി എന്ന സംഘടന നഷ്ടപരിഹാരം എന്ന നിലയിൽ $15,000 അനുവദിച്ചു. അതുമായി അർജന്റീനയിലേക്ക് കുടിയേറിയ ഷിൻഡ്ലർ അവിടെ ഒരു കോഴി ഫാം തുടങ്ങി. പക്ഷേ അത് നഷ്ടത്തിലായി. പാപ്പരായ ഷിൻഡ്ലർ 1958 ജർമ്മനിയിലേക്ക് തന്നെ മടങ്ങി. വിസ്റ്റുല നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് പോകുന്നത്. ജർമ്മനിയിലേക്ക് മടങ്ങിയ ഓസ്കാർ ഷിൻഡ്ലർ പിന്നീട് ക്രാക്കോവിലേക്ക് വന്നിരുന്നില്ല. മ്യൂണിക്കിൽ വാസമുറപ്പിച്ച അദ്ദേഹം അവിടെ ഒരു സിമന്റ് ഫാക്ടറി തുടങ്ങി. അതും പരാജയപ്പെട്ടതോടെ ഷിൻഡ്ലർ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ സമയത്തും ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഷിൻഡ്ലേഴ്സ് ജ്യൂസ് അദ്ദേഹത്തിന് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 1974 ഒക്ടോബർ 9 ഓസ്കാർ ഷിൻഡ്ലർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം ജെറുസലേമിലേക്ക് കൊണ്ടുപോയി മൗണ്ട് സിയോണിൽ സംസ്കരിച്ചു. അവിടെ അനേകം ജൂതന്മാർക്കിടയിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഏക നാസി പാർട്ടി അംഗമാണ് ഷിൻഡ്ലർ. തെരുവിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഈ നഗരം നേരിട്ട ദുരന്തങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു ഞാൻ. പോളണ്ട് പിടിച്ചെടുത്ത നാസികൾ ക്രാക്കോവിൽ ആദ്യം ചെയ്തത് ജൂതരുടെ ഒരു ഘെറ്റോ നിർമ്മിക്കുകയായിരുന്നു. നഗരത്തിലെ സമ്പന്നരും പ്രതാപികളുമായിരുന്ന ജൂതന്മാരെയെല്ലാം അവരുടെ താമസയിടങ്ങളിൽ നിന്ന് പിടിച്ചിറക്കി ഘെറ്റോകളിലാക്കി. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും കൊലയറകളിലേക്കും കൊണ്ടുപോകുന്നതിന് മുൻപുള്ള ഒരു താവളമായിരുന്നു ക്രാക്കോവ് ഘെറ്റോ. 1943 ആയപ്പോഴേക്കും ഘെറ്റോയിൽ നിന്നും ആളുകളെ കുത്തിനിറച്ച വാഹനങ്ങൾ 60 കിലോമീറ്റർ അകലെയുള്ള ഓഷ്വിറ്റ്സിലേക്ക് നീങ്ങിത്തുടങ്ങി. അവിടെ അവരെ കാത്തിരുന്നത് ഗ്യാസ് ചേംബറും നാസികളുടെ വെടിയുണ്ടകളുമായിരുന്നു. എത്രയോ ജൂതന്മാരുടെ രക്തം തെറിച്ചു വീണ തെരുവുകളാണിത്. ഇക്കാണുന്ന പല കെട്ടിടങ്ങളും യുദ്ധത്തിൽ തകർന്നടിഞ്ഞിരുന്നു. പിന്നീട് അവയെല്ലാം പഴയ വിധം പുനർനിർമ്മിക്കുകയാണുണ്ടായത്. ടാക്സികൾ ഇവിടം വരെയേ വരികയുള്ളൂ. കാർ ഒരിടത്തു നിന്നു. കൂലി നൽകി ടാക്സിക്കാരനെ പറഞ്ഞുവിട്ടു. ഈ വഴി നേരെ നടന്നാൽ മാർക്കറ്റ് സ്ക്വയറിലേക്ക് എത്തുമെന്നറിയാം. അവിടേക്ക് നടന്നു. ഫ്ലാഗ് മനാക്കി സ്ട്രീറ്റാണിത്. ഓൾഡ് ടൗണിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഈ സ്ട്രീറ്റ് മാർക്കറ്റ് സ്ക്വയറിന്റെ വടക്കുകിഴക്കേ മൂലയിലേക്കാണ് എത്തുക. ഇവിടുത്തെ സെന്റ് മേരീസ് ബസിലിക്കയുടെ പിൻഭാഗമാണിത്. ഫ്ലാഗ് മനാക്കി സ്ട്രീറ്റിന്റെ ഓരത്താണ് സെന്റ് മേരീസ് ബസിലിക്കയുടെ സ്ഥാനം. 14-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ് ബസിലിക്ക. പോളിഷ് ഗോത്തിക് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായ ദേവാലയം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ കത്തീഡ്രലിനും വലിയ കേടുപാടുകൾ പറ്റിയിരുന്നു. 2003 ഇതിന്റെ പുനരുദ്ധാരണ ജോലികൾ പൂർത്തിയായത്. ചുടുകട്ട കൊണ്ടാണ് നിർമ്മാണം. മെയിൻ സ്ക്വയർ എന്നും മാർക്കറ്റ് സ്ക്വയർ എന്നും അറിയപ്പെടുന്ന ചത്വരം. അതിന്റെ ഒരു ഭാഗത്ത് ചരിത്രത്തിന്റെ കാവൽക്കാരെ പോലെ കുതിരകളും വണ്ടികളും നിൽക്കുന്നു. ഈ വണ്ടികളും അതിന്റെ പ്രൗഢസൗന്ദര്യവും ക്രാക്കോവിന് ഒരു ചരിത്ര നഗരത്തിന്റെ ഗരിമ നൽകുന്നുണ്ട്.
തേച്ചുമിനുക്കി ഭംഗിയാക്കി വെച്ചിരിക്കുന്ന കുതിരവണ്ടികൾ. ചമയങ്ങൾ അണിഞ്ഞാണ് കുതിരകൾ നിൽക്കുന്നത്. കുതിരക്കാർക്കുമുണ്ട് ഒരു ആഠ്യത്വം. മെഴുത്ത കുതിരകൾ വലിക്കുന്ന വണ്ടിയുടെ വരവ് തന്നെ ഒരു കാഴ്ചയാണ്. ചരിത്ര നഗരത്തിന്റെ ഒരു ഫീൽ നൽകുന്ന കാഴ്ച. കുതിരകളെ ഭംഗിയായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു. മറ്റു വാഹനങ്ങളുടെ പുകശല്യവും ഹോണടിയും ഒന്നുമില്ലാതെ കുതിരക്കുളമ്പടികൾ മാത്രം കേൾക്കുന്ന ഒരു സ്ക്വയറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് ചെന്നെത്തിയ അനുഭവമാണ്. ഈ നഗരത്തിന്റെ ചരിത്രത്തിലേക്ക് നടന്നെത്തിയ ഫീൽ. സ്ക്വയറിന്റെ ഒത്ത മധ്യത്തിൽ മാർക്കറ്റ് കെട്ടിടം. ഞാൻ സ്ക്വയറിന്റെ ഒരു കോണിലാണ് നിൽക്കുന്നത്. ടൂർ സംഘങ്ങൾ ഗൈഡിന്റെ നേതൃത്വത്തിൽ സ്ക്വയറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇതാണ് സെന്റ് മേരീസ് ബസിലിക്ക. ഇതിന്റെ ഗോപുരങ്ങൾ യുദ്ധത്തിൽ തകർന്നതായിരുന്നു. 90കളിലാണ് അത് പുനർനിർമ്മിച്ചത്. സ്ക്വയറിന്റെ വടക്കുകിഴക്കേ മൂലയിലെ പ്രധാന നിർമ്മിതി ഈ ബസിലിക്കയാണ്. ഇതിന്റെ അൾത്താരയും മറ്റും അതിഗംഭീരമാണെന്ന് വായിച്ചറിവുണ്ട്. പക്ഷേ അകത്ത് ഷൂട്ടിംഗ് അനുവദിക്കില്ല. ഇതാണ് ഇവിടുത്തെ ക്ലോത്ത് ഹാൾ എന്ന കെട്ടിടം. മാർക്കറ്റ് സ്ക്വയറിന്റെ ഒത്ത മധ്യത്തിലുള്ള വലിയ കെട്ടിടമാണ്. പഴയ തുണിച്ചന്തയാണത്. അന്യനാട്ടുകാരും തുണി വാങ്ങാനെത്തിയിരുന്ന സ്ഥലം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ക്ലോത്ത് മാർക്കറ്റാണത്. ശരിക്കും ഇതൊരു മാർക്കറ്റ് സ്ക്വയറാണ്. ഇന്നിതിന്റെ ഓരങ്ങളിൽ ധാരാളം റെസ്റ്റോറന്റുകളുണ്ട്. പൂക്കളും പഴങ്ങളും വിൽക്കുന്ന ചെറുകടകളുമുണ്ട്. സ്ക്വയറിന്റെ ചുറ്റോടു ചുറ്റുമുണ്ട് റെസ്റ്റോറന്റുകൾ. കുട്ടികളുടെ സംഘങ്ങൾ പലയിടത്തുമുണ്ട്. അധ്യാപകരുമൊത്ത് പഠനയാത്രയ്ക്ക് വന്നിരിക്കുന്നവരാണ്. ഒരു സ്ട്രീറ്റ് അങ്ങേയറ്റത്തെ ഫ്ലോറിയൻസ് ഗേറ്റ് എന്ന ഒരു ഗോപുരം വരെ നീണ്ടുകിടക്കുകയാണ്. ക്രാക്കോവിലെ പുരാതന നഗരമതിലിലെ ഒരു ടവറായിരുന്നു അത്. 15 വർഷം മുൻപ് ഞാൻ ഈ നഗരത്തിൽ വന്നിട്ടുണ്ട്. അന്ന് ആ ഗോപുരത്തിന് സമീപം ചെന്നത് ഓർക്കുന്നു. അതിനടുത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞു നടന്നാൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. വെണ്ണക്കല്ല് വിരിച്ച പാത. ഓരങ്ങളിലെ റെസ്റ്റോറന്റുകൾ നല്ല ഇരിപ്പിടങ്ങളും തണുപ്പകറ്റാനുള്ള ഹീറ്ററുകളുമായി ഒരുങ്ങിയിരിക്കുന്നു. വേലികളിൽ പൂത്തുലഞ്ഞു കിടക്കുന്ന ചെടികൾ. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അല്പനേരം വിശ്രമിച്ച് ഈ സാംസ്കാരിക നഗരത്തെ ആകെ ഒന്ന് ആസ്വദിച്ചു പോകാൻ തോന്നും. പക്ഷേ ഞാൻ സമയവുമായുള്ള പോരാട്ടത്തിലാണ്. പരമാവധി കാഴ്ചകളിലേക്ക് പോകണം. സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മോണിമെന്റ് ഉണ്ട്. ആഡം മിക്കിവിഷ് മോണിമെന്റ്. പോളിഷ് സാഹിത്യകാരനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമായിരുന്നു ആഡം മിക്കിവിഷ്. അദ്ദേഹത്തിന്റെ 100ാം ജന്മദിനാഘോഷവേളയിൽ 1898 ഈ സ്മാരകം ഇവിടെ സ്ഥാപിച്ചത്. പോളണ്ടുകാർ മാത്രമല്ല, ലിത്വാനിയ, ബെലാറസ് എന്നിവിടങ്ങളിലുള്ളവരും ആദരിക്കുന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു ആഡം മിക്കിവിഷ്. സ്ക്വയറിന്റെ ഒരു ഭാഗത്തു നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ സെന്റ് മേരീസ് ബസിലിക്ക കാണാം. ഇവിടുത്തെ പ്രധാന നിർമ്മിതി ആ പള്ളി തന്നെയാണ്. 2 തരം ഗോപുരങ്ങളാണ് അതിൻ്റേത്. 16ാം നൂറ്റാണ്ടിൽ ഒരു ടവറിൽ രൂപമാറ്റം വരുത്തി അതൊരു വാച്ച് ടവറാക്കി മാറ്റുകയായിരുന്നു. പാവകളും കളിപ്പാട്ടങ്ങളും സുവനീറുകളും വിൽക്കുന്ന ചെറുപെട്ടിക്കടകൾ. ആദ്യകാലത്ത് പൂർണ്ണമായും ഒരു മാർക്കറ്റ് സ്ക്വയർ ആയിരുന്നു ഇത്. പല നാടുകളിൽ നിന്നുള്ള കച്ചവടക്കാർ ഉൽപ്പന്നങ്ങളുമായി പണ്ടിവിടെ എത്തിയിരുന്നു. ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, സെയിന്റ് വോയ്സീഷ് ചർച്ച്. സ്ക്വയറിനു ചുറ്റും പല ദേവാലയങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടുന്ന സ്ക്വയറിനകത്തു തന്നെയുള്ള ഒരു കുഞ്ഞു പള്ളി. അതിനരികിലൂടെ നടക്കുമ്പോഴും സ്ക്വയറിന്റെ ചുറ്റോടു ചുറ്റും റെസ്റ്റോറന്റുകളാണ് കാഴ്ച. 9.5 ഏക്കർ വിസ്തൃതിയുള്ള സ്ക്വയറാണിത്. മധ്യകാലത്ത് യൂറോപ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ടൗൺ സ്ക്വയറുകളിലൊന്ന്. ഒരു ഭാഗത്ത് അങ്ങകലെ കാണുന്നത് ഇവിടുത്തെ ടൗൺ ഹാൾ ടവറാണ്. ശരിക്കും സ്ക്വയറിന്റെ മധ്യത്തിലാണത്. ക്ലോത്ത് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന നീളൻ കെട്ടിടവും സ്ക്വയറിന്റെ മധ്യത്തിലാണ്.
അതിവിസ്തൃതമായ സ്ക്വയർ പൂർണ്ണമായും മാർബിൾ വിരിച്ച് സുന്ദരമാക്കിയിരിക്കുന്നു. മാലിന്യ ലേശമില്ല. അനുപമമായ സൗന്ദര്യത്തോടെ അതങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇളം തണുപ്പുള്ളപ്പോൾ വെയിലിലൂടെ ഇങ്ങനെ നടക്കുന്നത് സുഖകരമായൊരു അനുഭവമാകുന്നു. വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ക്വയറാണിത്. മംഗോളിയരുടെ മുതൽ ജർമ്മൻ സൈന്യത്തിന്റെ വരെ കടന്നുകയറ്റത്തിന് സാക്ഷ്യം വഹിച്ച സ്ക്വയർ. കുറെ അധികം വാണിജ്യശാലകളും അതിനെ ചുറ്റി ഒരു റിംഗ് റോഡുമാണ് 14-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്നത്. സുന്ദരമായ നഗരചത്വരം. അതിന്റെ കാഴ്ചകളിൽ ഞാൻ സഞ്ചാരം തുടർന്നു.